എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വാങ്ങാൻ നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരുവാവ് നമുക്കൊരു 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഏകദേശം 20 വീടോട് കൂടി ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂമാണ് വരുന്നത്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമ്മുടെ വീടിനോട് ചേർന്ന് ഒരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. വടക്ക് ദർശനമാണ് വീട് വരുന്നത്. വീട്ടിൽ വുഡ് ഉപയോഗിക്കുന്ന ഫ്രണ്ട് ഫുൾ നമുക്ക് പ്ലാവാണ് വരുന്നത്. ഫുൾ മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ വരെ പോകാൻ 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ ഒരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമുക്ക് മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്കേജുള്ള സ്പേസ് വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇന്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിനോട് ചേർന്നൊരു കവേർഡ് കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്ക് ഇന്നോവ വരെ ഇടാൻ പറ്റിയ ഒരു വലിയൊരു കാർ പോർച്ചാണ് വരുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് ഡോറൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഡോറിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് അടുത്തൊരു നമുക്ക് ഹാളാണ്. നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. ഈ ഹാളിന്റെ സൈസ് വന്നിട്ട് 16x 10 നമ്മുടെ ഹാളിന്റെ സൈസ് വന്നിട്ട് നമുക്കിവിടെ ഡൈനിങ് സെക്ഷൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ വലിയൊരു TV യൂണിറ്റോട് കൂടിയ ഒരു വലിയൊരു ഹാളാണ് വരുന്നത്. ഹാൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ വുഡിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിൽ 2 ഫാനും നമുക്ക് വരുന്നുണ്ട്. ടെയിൽ വന്നിട്ട് നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്കിതിന് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ ബോർഡ് ഉപയോഗിക്കുന്ന മൾട്ടി വുഡാണ് നമ്മുടെ ബോർഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. നമുക്ക് ഈ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് 12x12 ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഇതിൽ നമുക്ക് 3 പള്ളിയിൽ ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വാഷ് ബേസ് കൗണ്ടറും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ വന്നിട്ട്. നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന സെറയാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. അങ്ങനെ നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13x10 നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. നമുക്കിവിടെ 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന MDF ബോർഡാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമ്മുടെ വാഷ്റൂമിലെ ഡോറൊക്കെ ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ഡോറാണ് നമ്മുടെ വാഷ്റൂമിലെ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം സെറയാണ്. ഡൈനിങ് സെക്ഷനിന് അടുത്തൊരു നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത് മൾട്ടി വുഡാണ് കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫ്ലോർ ടൈൽ വന്നിട്ട് നമ്മുടെ വുഡിന്റെ ഡിസൈൻ വരുന്ന ഫ്ലോർ ടൈലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പും വരുന്നുണ്ട്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്ക് ഫ്രിഡ്ജിന്റെ പോയിന്റ് വന്നിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ പോയിന്റ് വരുന്നത്. നമുക്കിവിടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ച് വന്നിട്ട് ഇൻഡോനേഷ്യയുടെ സ്വിച്ച് ആണ് വരുന്നത്. നമ്മുടെ CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, സോളാറിന്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. നമുക്ക് ഈ കിച്ചണിൽ നിന്ന് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്തിറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിലാണ് കിണറും വരുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. നമുക്ക് വേസ്റ്റും കാര്യങ്ങളും കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്ത് ഇറക്കാനുള്ള ഒരു പോർഷനും ഇവിടെയാണ് വരുന്നത്. ബാക്കിൽ നനയല് വരുന്നുണ്ട്. നമ്മുടെ കിണറും വരുന്നുണ്ട്. നമുക്ക് വീടിൻ്റെ 3 ചുറ്റും നമുക്ക് ഇന്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്ന് അടുത്തിരുന്നത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിൽ ഹാൻഡിൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാള് വന്നിട്ട്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 11x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇവിടെയും ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് ഇവിടെയും വരുന്നത്. ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ 2 പാളിയുടെ വലിയ രീതിയിൽ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്, ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്.
വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെയും ഫിറ്റിംഗ്സിന് വെച്ചിരിക്കുന്ന സെറയാണ്. നമ്മുടെ വാഷ് ബേസും സെറയാണ് വരുന്നത്. ഇതും വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതിന് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട് ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 15x10 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെയും വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇത് നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സും വെച്ചിരിക്കുന്ന സെറയാണ്. വാഷ് ബേസും സെറയാണ് വരുന്നത്. ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതിന് നമ്മുടെ ബാൽക്കണി വന്നിട്ട് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്ന സ്റ്റീലാണ്. ഈ കാണുന്ന വില്ലയ്ക്കത്തുള്ള ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് വരുന്ന റോഡ് നമുക്ക് 5 മീറ്ററാണ് നമുക്ക് റോഡ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ് വന്നിട്ട് നമുക്ക് വലിയ രീതിയിൽ തന്നെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 ടാങ്കാണ് വരുന്നത്. 500 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കിണറിലെയും ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെയാണ് വരുന്നത്. നമുക്ക് ടെറസിൽ ഇനി വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ടെറസിൽ നമുക്ക് സന്ധ്യയ്ക്ക് നല്ല കാറ്റാണ്. നമുക്കിവിടെ നല്ലൊരു ആംബിയൻസ് ആണ് തരുന്നത്. നമുക്ക് സിറ്റിയിലെ ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരുവാണ് നമുക്ക് വീട് വരുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. നമുക്ക് ഏകദേശം 20 വീടോട് കൂടിയ വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. നമുക്ക് വില്ലയ്ക്ക് തന്ന റോഡിൻ്റെ വീതി വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട്. ഈ വില്ലയ്ക്ക് തന്ന ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിൽ ആൾ താമസവും വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് തമ്പാനൂർ പോകാൻ വേണ്ടി നമുക്ക് 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടുന്ന് എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഈ വീട് നിൽക്കുന്ന 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു പ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. വടക്ക് ദർശനമാണ് വീട് വരുന്നത്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് ഹീറ്ററിന്റെ പോയിന്റ് വരുന്നുണ്ട്. നമുക്കിവിടെ 3 ഫേസ് ആണ് നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.